നല്ല ആളാ. ഇവിടെ വന്ന് കിടക്കാണോ? മനുഷ്യൻ എവിടെയല്ല അന്വേഷിച്ചു പറയും. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്തിനാ പോക്കിനത്ര അയാൾ കാണിച്ച്? ഇന്നലെ രാത്രി പെണ്ണിനെ കൊണ്ട് എവിടെയായിരുന്നു? ഓ അതാണോ കാര്യം? ആ അത് തന്നെ. വീട്ടുകാരെ എറുത്തിട്ട് മഴങ്ങാനല്ലേ കൊണ്ടുപോയത്. ഖാൻ സാബിന്റെ സ്വഭാവം അറിയാലോ. അങ്ങേരും സഹിക്കോ? എനിക്കതായിരുന്നു പേടി. എന്തോന്ന് പേടി? അങ്ങനെ തൊലിക്കുവോ? ശരിയാ, ഒന്നും ചെയ്യില്ലായിരിക്കും. പക്ഷെ ഇയാളോടുള്ള വൈരാഗ്യം കൂടി ആ പെണ്ണിനെട്ടാ തീർത്ത്. ചെന്ന് കയറി ഉടനെ അടിയും തൊഴിയായിട്ട് രാത്രി മുഴുവൻ ബഹളായിരുന്നത്രേ. ആ വക്കീലാ പറഞ്ഞ് അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ തടയാൻ ശ്രമിച്ചിട്ടും അവളെ തല്ലി ചാച്ചെന്ന്. ഇപ്പൊ അവളെവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടാ? തല്ലി ചതച്ചുവല്ലേ നാൻസിയെ? ഇനി ഒരിക്കൽ കൂടി ആരെങ്കിലും ഈ ശരീരം വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ അരിഞ്ഞ് തള്ളും ഞാൻ. ആ കൈകൾ അത്രയ്ക്കിഷ്ടമാണ് നാൻസി എനിക്ക് നിന്നെ. കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനാണോ പറഞ്ഞിരുന്നത്? പ്രധാനപ്പെട്ട ഏതോ അസൈൻമെന്റ് നേരിട്ട് ഏൽപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആരാ പാർട്ടി? മിസ്റ്റർ ഡേവിഡ് എബ്രഹാം. ഭായി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിശ്വാസമാകുന്നില്ലല്ലേ? ഗൾഫിൽ ഇരുന്നുകൊണ്ട് ബോംബെ അണ്ടർവേൾഡ് ഭരിക്കുന്ന മാഫിയ ഡോൺ. ഇന്റർപോളും ഇന്ത്യൻ പോലീസും ഒരുപോലെ അന്വേഷിക്കുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എങ്ങനെ ധൈര്യപ്പെട്ട് വരുന്നു എന്നാവും സംശയം അല്ലേ? അദ്ദേഹം ഇടയ്ക്കിടെ നാട്ടിൽ വന്നു പോകുന്നത് പലർക്കും അറിയാം. പക്ഷെ ഒരാളും പുറത്തു പറയില്ല, എതിർക്കാൻ ശ്രമിക്കില്ല. കാരണം മിസ്റ്റർ ഡേവിഡ് എബ്രഹാമിന്റെ പണം പറ്റി എംപിമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരായവരും ഉണ്ട്. അദ്ദേഹത്തിന്റെ പേറോളിൽ കസ്റ്റംസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അനവധി പേർ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെയാണ് ഭായിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. എവിടെയാണ് നമുക്ക് പോകേണ്ടത്? ഈ വണ്ടിയിലാണ് പോകേണ്ടത്. ഹലോ, ഐ എം ഷെട്ടി, സതീഷ് ഷെട്ടി. ആ ഇരിക്കണേ, ബായി ഇപ്പൊ എത്തും. ദേവാ, അനക്കറിയോ, അന്ന് കോളിരാജനെ തട്ടാനും കടലിൽ പോയി ചരക്കെടുത്തോണ്ട് വരാനും ഒക്കെ അന്യ അയച്ചത് നമ്മുടെ ആൾക്കാർ ഇല്ലാഞ്ഞിട്ടല്ല, ബായി സാബ് പറഞ്ഞിട്ടാണ്. അതിന്റെ ശേഷി ഒന്ന് പരിശോധിക്കാൻ. ഇന്നും ശേഷി പരിശോധിക്കാനാണോ അദ്ദേഹം? അയ്യേ, ചേ അല്ല, ബായിക്ക് ഇപ്പൊ അന്നയെ പറ്റി നല്ല മതിപ്പാണ്. ഞങ്ങൾ തമ്മിൽ പുതിയൊരു ബിസിനസ്സുകാരൻ സംസാരിച്ചപ്പോ അത് ദേവം കൂടി വേണമെന്ന് ബായി പറഞ്ഞേക്കണം. കോടിക്കണക്കിന് രൂപയ്ക്കുള്ള ആയുധങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോണത്. ബോംബെയിൽ ഇറക്കാൻ ബായിക്ക് വിശ്വാസം പോരാ. അതാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. പാർട്ടിയും നമ്മളും തമ്മിൽ നേരിട്ടാണ് ഇടപാട്. ബായി കമ്മീഷൻ ഏജന്റായി പുറത്ത് നിൽക്കുകയുള്ളെന്ന്. ബായിക്ക് റിസ്ക് എടുക്കാനും മേല, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണം, അദ്ദേഹത്തിന് കാശുണ്ടാക്കണം അല്ലേ? എന്താ? അല്ലോ, പകയനെത്തിയല്ല.
अस्सलाम वालेकुम खान साहब, क्या हाल है? സലാം ഭായ് സാബ്. देवदेवन कभी देखा है? കണ്ടിട്ടുണ്ടോ? ഇല്ല. ബട്ട് ഐ ഹാവ് സീൻ യു. हमने देखा है ഇയാൾ കൊടുത്തയച്ച വീഡിയോ കാസറ്റുകളിൽ. Why don't you sit down? Please sit down. Please. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ, Sophisticated weapons, explosives, surface to air missiles, guns, etc. etc. കൊല്ലത്തിൽ 4-5 ഷിപ്മെന്റ്സ് ഉണ്ടായിരിക്കും. റഷ്യ അടക്കം പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മാഫിയ ഗ്രൂപ്പിൽ പെട്ടതാണ് പാർട്ടി. വിദേശത്ത് കഴിയുന്ന എനിക്ക് അവരുമായി ഇടപെടാൻ വിഷമമുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ ഈ ജോലി ചെയ്യണം. ലാഭത്തിൽ പാതി, 50-50. എന്താ ബൈ മൻസൂറേ? ജരൂർ. ഭായ് പറയുന്ന എന്തും സമ്മതം. എനിക്ക് സമ്മതമല്ല. ദേവൻ, മുझे मंजूर नहीं. മിസ്റ്റർ ഡേവിഡ് എബ്രഹാം, ഹാവ് യു എവർ ഫേസ്ഡ് ഡെത്ത്? ഐ ഹാവ്. ജീവൻ പണയപ്പെടുത്തി വേണോ ഈ ജോലി ചെയ്യാൻ, അല്ലാതെ കുരുമുളകോ കൊച്ചങ്ങയോ കടത്തുന്ന പോലെ അല്ല. വെപ്പൻസ് ആണ്, ഡെഡ്ലി വെപ്പൻസ്. സദേൺ സ്റ്റേറ്റുകളുടെ കോസ്റ്റൽ ഏരിയ മുഴുവൻ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുകയാണ് എക്സ്ട്രീമിസ്റ്റുകളെ തടയാൻ. ഇറ്റ്സ് വെരി റിസ്കി. അതിൽ കിട്ടുന്ന കാശിൽ പാതി അങ്ങോട്ട് തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മാഷേ. ഓ, ഈ വേണ്ടതായിരുന്നു പറയുന്നത്. എന്ത് വേണമെന്നാ ദേവൻ പറയുന്നത്? നമ്മൾ 3 പേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഈ ജോലി ഞാൻ ഏറ്റെടുക്കും. മൻസൂർ? മാഫ് കീജിയെ ദേവൻ സാബ്, ഡേവിഡ് എബ്രഹാമിന് ബിസിനസ്സിൽ ഒരു പാർട്ട്ണറെ ആവശ്യമില്ല. യു ആർ ആസ്കിംഗ് ഫോർ ടു മച്ച് ആൻഡ് ടു സൂൺ. എങ്കിൽ ദേവദേവൻ ഒരു യജമാനന്റെ ആവശ്യമില്ല. ഒരുത്തന്റെയും കൽപ്പന അനുസരിച്ച് ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ലെന്ന് ഞാൻ ഇയാളോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ഭായ് സാബ്, ബിസിനസ് ഇയാളോട് സംസാരിക്കണ്ടേ? ഇടപാട് നമ്മൾ തമ്മിലാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ. ഫോൺ. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് എ മിനിറ്റ്. ഈ എന്ത് വിട്ടിത്തായി പറഞ്ഞത്? ഓരോടൊക്കി പിരിഞ്ഞാൽ ഞമ്മക്ക് എന്ത് ലാഭം? പിന്നെ കാര്യം പറയണ്ടേ? ആ, അതല്പം ബുദ്ധിയോടെ പറയണമായിരുന്നു. എടാ, കാശ് മുടക്കാതെ ചെയ്യാവുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണിത്. അതിന് ഓം പറഞ്ഞ ഏത് നിബന്ധനയും നമ്മൾ സമ്മതിക്കണം. എന്നിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം വളരെ സീക്രട്ടാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഉരുപ്പടി അയക്കുന്ന പാർട്ടിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നേരിട്ടല്ലേ ഇടപാട്. പിന്നീട് ഇയാൾക്ക് കമ്മീഷൻ കൊടുക്കണോ വേണ്ടിയോ എന്ന് നമ്മൾ തീരുമാനിക്കും. ഉറപ്പിച്ച തുക കൊടുക്കാതിരുന്ന ഗൾഫിലിരിക്കുന്ന ഓ ഞമ്മക്കിട്ട് എന്ത് ചെയ്യും? 100-ലധികം ക്രിമിനൽ കേസ് പ്രതിയാണ് ഓൻ. ഇവിടെ വന്നു പോകുന്നത് നമ്മുടെ സഹായം കൊണ്ടാണ്. അല്ലാണ്ട് വന്നാൽ പുടിച്ചകത്താക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതെ, ഒരുതരം തന്തയ്ക്ക് പറക്കാത്ത പണിയാ. കൂടെ നിന്ന് ചതിക്കാൻ എന്നെ കിട്ടില്ല. ഈ ചൂടാകാതെ നമ്മൾ പറയുന്ന ഒരു പുല്ലും പറയണ്ടോ? മിസ്റ്റർ ഖാൻ, ഇയാളെ ചേർത്തോണ്ട് നമ്മുടെ ബിസിനസ് നടക്കില്ല. നിങ്ങൾ ഷെട്ടിയുമായി സംസാരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അയാൾ പറയും. ചെല്ല് ഷെട്ടി. മിസ്റ്റർ ദേവൻ, बहुत गरम दिमाग है तुम्हारा, लेकिन दिल एकदम साफ है. ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, യു ഗോട്ട് എ ഡീൽ. നിങ്ങൾ പറഞ്ഞ പോലെ വി ബോത്ത് വിൽ ഹാവ് ഈക്വൽ പാർട്ട്ണർഷിപ്പ്. ഡൺ? 2 പേര് खान साहब? अरे छोड़ो उस बदमाश को, मैं उसे संभाल लूंगा. You know something? വർഷങ്ങളായി ഇയാൾ എന്റെ ലാൻഡിംഗ് ഏജന്റ് ആയിരുന്നു. അതിനിടയ്ക്ക് ഞാൻ അയച്ചു കൊടുത്ത സ്വർണം പലപ്പോഴായി കസ്റ്റംസുകാർ പിടിച്ചു. കോസ്റ്റ് ഗാർഡിനെ കൊണ്ട് കടലിൽ പാറ്റിയും ഇയാൾ എനിക്ക് നഷ്ടം വരുത്തിയിരുന്നു. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇയാൾ എന്നെ വഞ്ചിക്കുകയാണോ. ഇന്ന് എനിക്കത് ബോധ്യമായി. മിസ്റ്റർ ദേവൻ, ഞാൻ ഇവിടെ നിന്ന് മാറിയപ്പോൾ നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു. ത്രൂ ദിസ് ലെറ്റ് മീ ടെൽ യു വൺ തിങ് ദേവൻ, ഈ തൊഴിൽ വഞ്ചിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ്. അയാൾ തിരിച്ചു വരില്ല. वो कभी वापस नहीं आएगा.